രണ്ട് തുടർഭരണം കൊണ്ട് കേരളം എന്താണ് നേടിയത്? പിണറായി വിജയൻ എന്ന ഒറ്റയാൾ ഭരണത്തിന്റെ തണലിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അതിന്റെ അവസാന ശ്വാസം വലിക്കുകയല്ലേ? നിങ്ങളുടെ കൺമുന്നിൽ ഒരു വലിയ രാഷ്ട്രീയ തകർച്ചയുടെ തിരക്കഥ ഇപ്പോൾ എഴുതപ്പെടുകയാണ്. ഇടതുമുന്നണി പിളർപ്പിലേക്ക് CPM CPI പോര് കനത്തു. ഇത് വെറും തർക്കമല്ല, ഇത് നട്ടലില്ലാത്തൊരു പ്രസ്ഥാനത്തിന്റെ നിലനിൽപ്പിനായുള്ള ദയനീയമായ പോരാട്ടമാണ്. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് CPI മന്ത്രിമാർ മന്ത്രിസഭാ യോഗം ബഹിഷ്കരിച്ച സംഭവം ഒരു ഐസ്ബർഗിന്റെ മുകൾ ഭാഗം മാത്രമാണ്. വെള്ളത്തിനടിയിൽ ഒളിഞ്ഞു കിടക്കുന്നത് വർഷങ്ങളായി ഈ മുന്നണിയിൽ അടിഞ്ഞുകൂടിയ അവിശ്വാസത്തിന്റെയും ഏകാധിപത്യത്തിന്റെയും മാലിന്യ കൂമ്പാരമാണ്. കേരളമേ, ഒരു അഗ്നിപരീക്ഷയുടെ വക്കിലാണ് നമ്മൾ. രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വലിയ തകർച്ചയ്ക്ക് ഈ മണ്ണ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നു. ഇന്നത്തെ ഇടതു മുന്നണി അതിന്റെ അന്ത്യശ്വാസം വലിക്കുകയാണ്. പിണറായി വിജയൻ എന്ന ഒറ്റയാൾ പോരാട്ടം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെയും കേരളത്തിന്റെ ഭാവിയെയും ഒരുപോലെ കുഴിച്ചു മൂടാൻ ഒരുങ്ങുന്നു. CPM CPI പോര് കനത്തു. ഇത് വെറും തർക്കമല്ല, ഇത് പദവികളോടുള്ള ആർത്തിയും ആദർശങ്ങളോടുള്ള വഞ്ചനയും തമ്മിലുള്ള യുദ്ധമാണ്. ഈ മുന്നണി ഉടൻ തല്ലിപ്പിരിയും. അടുത്ത തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്നതുവരെ ഒരുമിച്ച് നിൽക്കാൻ വേണ്ടി മാത്രം ഒരു രാഷ്ട്രീയ നാടകം അരങ്ങേറുകയാണ്. രണ്ട് തുടർഭരണം ഈ ഭരണകൂടത്തിന് നൽകിയത് അതിരുകളില്ലാത്ത അഹങ്കാരമാണ്. ആ അഹങ്കാരമാണ് CPI പോലൊരു പാർട്ടിയെ പരസ്യമായി അപമാനിക്കുന്നതിൽ എത്തി നിൽക്കുന്നത്. PM ശ്രീ പദ്ധതിയുടെ ധാരണാപത്രം ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ട് നടന്ന ചതിയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇത് വെറും ഒരു ഭരണപരമായ പാളിച്ചയായി കാണരുത്. ഇത് ഈ മുന്നണിയുടെ ആദർശപരമായ തകർച്ചയാണ്. മുഖ്യമന്ത്രിയുടെ ഏകാധിപത്യ പ്രവണതയാണ്. നിങ്ങൾക്കറിയാമോ, മുഖ്യമന്ത്രിയുടെ ഈ നിലപാടുകൾ കേരളത്തെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ഈ ഏകാധിപത്യം തുടർന്നാൽ കേരളം മുടിയും. PM ശ്രീ പദ്ധതി എന്തുകൊണ്ടും നല്ല തീരുമാനം തന്നെ. എന്നാൽ അവരുടെ സ്വന്തം മുന്നണിയെ അപമാനിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്നതാണ് നമ്മളിപ്പോൾ വിമർശിക്കുന്നത്. പിണറായി വിജയന്റെ സ്വേച്ഛാധിപത്യപരമായ തീരുമാനങ്ങൾ ആ പാർട്ടിയെയും ആ പ്രസ്ഥാനത്തെയും കേരളത്തിന്റെ രാഷ്ട്രീയ നിലപാടിനെ വരെ ചോദ്യം ചെയ്യുന്ന ഒരു ഘടകമായി മാറിയിരിക്കുകയാണ്. എന്തു തന്നെയായാലും ഇത്രയും കാലം ഇവിടെ നടന്നത് വെറും ഒരു ഭരണപരമായ പാളിച്ചയായി നമ്മൾ കാണരുത്. ഇത് ഈ മുന്നണിയുടെ ആദർശപരമായ തകർച്ചയാണ്. മുഖ്യമന്ത്രിയുടെ ഏകാധിപത്യ പ്രവണതയാണ്. നിങ്ങൾക്കറിയാമോ, മുഖ്യമന്ത്രിയുടെ ഈ നിലപാടുകൾ കേരളത്തെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന്? ഈ ഏകാധിപത്യം തുടർന്നാൽ കേരളം മുടിയും, അതിൽ സംശയമില്ല. ജനാധിപത്യപരമായ ചർച്ചകൾ ഇല്ലാതാവുകയും മന്ത്രിസഭയിൽ പോലും സുതാര്യത നഷ്ടമാവുകയും ചെയ്യുമ്പോൾ ഇവിടെ തകരുന്നത് ജനങ്ങളുടെ വിശ്വാസമാണ്. ആ വിശ്വാസം തകരുമ്പോൾ ഭരണത്തിന്റെ അടിത്തറ ഇളകുന്നു. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ രണ്ട് തുടർഭരണം ലഭിച്ച ഒരേ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ, അതോടെ CPM എന്ന പാർട്ടിയിൽ അതിന്റെ അമരത്ത് ഒരുതരം അലംഭാവവും ധാർഷ്ട്യവും ഉടലെടുത്തു. ഈ അധികാരം ഭരണപരമായ ജനാധിപത്യത്തെ ഇല്ലാതാക്കി ഏകാധിപത്യത്തിലേക്ക് വഴിമാറി. മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടി തീരുമാനങ്ങൾ താൻ ഒറ്റയ്ക്കെടുക്കുമെന്നൊരു ധാരണയിലേക്ക് എത്തിച്ചു. മുന്നണി ചർച്ചകൾ പേരിന് മാത്രമായി, മന്ത്രിസഭയുടെ കൂട്ടായ ഉത്തരവാദിത്വം എന്നത് കേവലം കടലാസിൽ ഒതുങ്ങി. അതിന്റെ ഏറ്റവും പുതിയ ഇരയാണ് CPI. ഒരു സുപ്രധാന കരാറിൽ ഒപ്പിടുന്നു. മന്ത്രിസഭാ യോഗത്തിൽ വിഷയം ഉന്നയിച്ചിട്ടും മുഖ്യമന്ത്രി മറുപടി പറഞ്ഞില്ല. ചോദ്യം ചോദിച്ച മന്ത്രിയെ അപമാനിക്കുന്നു. K രാജൻ എന്ന മന്ത്രിക്ക് താൻ മന്ത്രിസഭയിൽ പരിഹാസ്യനായി എന്ന് പറയേണ്ടി വരുന്നൊരവസ്ഥ ഇത് ഈ സർക്കാരിന്റെ നിലവാരമില്ലായ്മയാണ് കാണിക്കുന്നത്. ഒരു മന്ത്രിയെ, സ്വന്തം സഖ്യകക്ഷിയെ ഇരുട്ടിൽ നിർത്തുന്നത് ഏതുതരം ജനാധിപത്യമാണ്? ഇത് ഏകാധിപത്യമല്ലാതെ മറ്റെന്താണ്? രണ്ട് തുടർഭരണം നൽകി അമിത ആത്മവിശ്വാസം മുഖ്യമന്ത്രിയെ എത്തിച്ചത് മുന്നണിയിലെ മറ്റുള്ളവരെ തനിക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല എന്ന ചിന്തയിലേക്കാണ്. CPI അറിയിക്കാതെ തന്ത്രപരമായി PM ശ്രീ കരാർ ഒപ്പിട്ടുവെന്ന് K രാജൻ വിശ്വസിക്കുന്നു. അദ്ദേഹത്തിന്റെ വിശ്വാസത്തിന് പിന്നിൽ ശക്തമായ കാരണങ്ങളുണ്ട്. മന്ത്രിസഭയിൽ ഈ വിഷയം ഉയർത്തിയിട്ട് പോലും ഒപ്പിട്ട കാര്യം മറച്ചു വെച്ചതിന് പിന്നിൽ എന്തായിരിക്കും ലക്ഷ്യം? CPIയെ മനഃപൂർവ്വം ഒഴിവാക്കുക, അവരുടെ പ്രതിഷേധത്തെ നിസ്സാരമാക്കുക. പ്രതിപക്ഷം ഉന്നയിക്കുന്ന BJP CPM അന്തർധാര LDFിലെ രണ്ടാമത്തെ സഖ്യകക്ഷി പോലും കാണുന്നു എന്നത് നിർണായകമാണ്. BJPക്ക് അതിന്റെ ഗതികേടില്ലെങ്കിലും CPI ഉന്നയിക്കുമ്പോൾ അതിന് മറുപടി പറയേണ്ട ഉത്തരവാദിത്തം CPMനില്ലേ? മുഖ്യമന്ത്രിയുടെ നേർക്കാണ് ഈ ചോദ്യങ്ങളെല്ലാം. സ്വന്തം മുന്നണിയിലെ നേതാവിൽ ഇത്രയും വലിയ സംശയം ആരോപിക്കപ്പെടുന്ന ഒരു ഭരണകൂടം എങ്ങനെ സുസ്ഥിരമാകും? ഈ ഏകാധിപത്യ ശൈലി കേരളത്തെ മുടിപ്പിക്കുക തന്നെ ചെയ്യും. CPI ഇന്ന് അവരുടെ ആദർശങ്ങളെ വിസ്മൃതിയിലാക്കിയിരിക്കുന്നു. അവരുടെ നിലപാട് എന്താണ്? മുന്നണി മര്യാദയുടെ പേരിൽ തങ്ങളുടെ പ്രതിഷേധത്തെ ഒരു വിലപേശൽ ആയുധമായി ഉപയോഗിക്കുക. മന്ത്രിസഭാ യോഗങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിക്കുന്നു. എന്നിട്ട് CPI സെക്രട്ടറി ബിനോയ് വിശ്വം പറയുന്നു, ക്യാബിനറ്റിൽ നിന്നും വിട്ടുനിൽക്കുമെന്ന ഭീഷണി പരസ്യമായി മുഴക്കുന്നത് മുന്നണി മര്യാദയ്ക്ക് ചേരുന്നതല്ല. എങ്കിൽ എന്തിനാണ് നിങ്ങൾ ഈ ഭീഷണി മുഴക്കുന്നത്? ഇരട്ടത്താപ്പല്ലാതെ മറ്റെന്താണിത്? മുന്നണി മര്യാദയെക്കുറിച്ച് നിങ്ങൾ വാചാലരാകുന്നു, പക്ഷേ സ്വന്തം മന്ത്രി
മന്ത്രിമാർക്ക് ഭരണത്തിൽ തുടരാൻ വേണ്ടി അപമാനം സഹിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുകയാണ്. CPIയുടെ ഈ നിലപാടില്ലായ്മയ്ക്ക് പിന്നിൽ ഒരൊറ്റ കാരണമേ ഉള്ളൂ: അധികാരം. തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു. ഇപ്പൊ മുന്നണി വിട്ടു പോയാൽ തദ്ദേശത്തിലെ സീറ്റുകൾ ചിലപ്പോൾ നഷ്ടമായേക്കും. നിലവിലെ അംഗീകാരം ചോദ്യചിഹ്നവുമാകും. അതുകൊണ്ട് അവർ ഒരു തന്ത്രം അങ്ങ് മെനഞ്ഞിരിക്കുകയാണ്: PM ശ്രീയിലെ ചർച്ചകൾ നീട്ടിക്കൊണ്ടു പോവുക, തദ്ദേശ തിരഞ്ഞെടുപ്പിന് ശേഷം അന്തിമ തീരുമാനമെടുക്കുക. ഈ ഫലം ഇടതിനെതിരായാൽ ഒരുപക്ഷെ CPI മുന്നണി വിടും. ഇതാണോ വിപ്ലവ പ്രസ്ഥാനം? ജനങ്ങളുടെ പ്രശ്നങ്ങളിലോ ആദർശങ്ങളിലോ യാതൊരു തരത്തിലും നിലപാടെടുക്കാതെ തിരഞ്ഞെടുപ്പ് ഫലം നോക്കി മാത്രം മുന്നണി വിടാൻ തീരുമാനിക്കുന്ന ഈ രാഷ്ട്രീയ നിലപാട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ തകർച്ചയാണ് സൂചിപ്പിക്കുന്നത്. ശബരിമല വിവാദമടക്കം കേരളത്തെ എത്തരത്തിൽ ബാധിച്ചിരിക്കുന്നുവെന്ന് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തെളിയും. ഈ ഫലം UDFന് അനുകൂലമായാൽ മാത്രം മുന്നണി വിടുന്നതിൽ തീരുമാനമെടുക്കുമെന്ന ഔദ്യോഗിക പക്ഷത്തിന്റെ സൂചന CPI എത്രത്തോളം ആദർശം നഷ്ടപ്പെട്ട പ്രസ്ഥാനമായി മാറി എന്നതിന്റെ തെളിവാണ്. മന്ത്രിമാരിലെ ഭിന്നതയും ഇതുതന്നെയാണ് സൂചിപ്പിക്കുന്നത്. K. രാജൻ കടുത്ത നിലപാടിലായിട്ടും മറ്റു മന്ത്രിമാർ രാജിക്ക് താല്പര്യമില്ലാത്തവരാണ്. കാരണം ആദർശത്തേക്കാൾ അവർക്കൊക്കെ വലുത് അധികാരത്തിന്റെ കസേരകളാണ്. ഈ നിലപാടില്ലാത്ത കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ കേരളം തിരിച്ചറിയണം. പിണറായി വിജയൻ എന്ന വ്യക്തി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ കമ്മീഷണർ കമ്മ്യൂണിസത്തിലേക്ക് മാറ്റി. എല്ലാ തീരുമാനങ്ങളിലും ഒരാളിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുന്നു. പാർട്ടിയോ മുന്നണിയോ ഒന്നും ചോദ്യം ചെയ്യപ്പെടരുത്. ഈ ഏകാധിപത്യം തുടർന്നാൽ ഈ മുന്നണിക്ക് അധികം നടന്ന് മുന്നോട്ട് പോകാൻ കഴിയില്ല. CPI നൽകിയ സമയപരിധി November 4 അതിനു മുമ്പ് ധാരണാപത്രത്തിൽ നിന്നും പിൻവാങ്ങുമെന്ന് ഉറപ്പ് മുഖ്യമന്ത്രി നൽകണം. CPM പക്ഷമാണ് ഇത് പറയുന്നത്, ചെയ്തതിൽ നിന്ന് പിന്നോട്ടില്ല എന്ന്. ഇനി എന്ത് വേണമെന്ന് കൂട്ടായി ആലോചിക്കാം. ഈ തണുപ്പൻ മറുപടി CPIക്ക് സ്വീകരിക്കേണ്ടി വരും. കാരണം അവർക്ക് മുന്നണി വിടാനുള്ള ധൈര്യമൊന്നുമില്ല. ഈ ആലോചന എന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പിലെ സീറ്റുകൾ ഉറപ്പിക്കാനുള്ള വിലപേശലിന് വേണ്ടിയുള്ള സമയം നീട്ടിക്കൊടുക്കൽ മാത്രമാണ്. 2 തുടർഭരണം കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ഈ ഭരണകൂടത്തിന്റെ നിലപാടും നിലവാരമില്ലായ്മയും തിരിച്ചറിഞ്ഞതാണ്. ഇനി ഈ നാടകം അധിക നാളൊന്നും മുന്നോട്ട് പോകില്ല. CPI പിളർപ്പ് ഒരു യാഥാർത്ഥ്യമാകും. പക്ഷേ അത് തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലം വരുന്നത് വരെ വൈകും. കേരളമേ, നിങ്ങൾ അവസാനമായി തീരുമാനിക്കുക: ഈ ഏകാധിപത്യ ഭരണം തുടരണോ? സ്വന്തം സഖ്യകക്ഷിയെ അപമാനിക്കുന്ന നിലപാടില്ലാത്ത ഈ ഭരണകൂടം നിങ്ങളുടെ ഭാവിയെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഈ ശൈലി കേരളത്തെ മുടിപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. നിലപാടില്ലാത്ത കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അതിന്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അധികാരത്തോടുള്ള ആർത്തിയും ഏകാധിപത്യവും ഈ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കി. കൂട്ടിന് അഴിമതിയും. നിങ്ങളുടെ വോട്ട് ഈ നാടകത്തിന് ഒരു അന്ത്യം കുറിക്കുമോ? അതോ ഈ അഹങ്കാരത്തിന് നിങ്ങൾ വീണ്ടും പിന്തുണ നൽകുമോ? കേരളത്തിന്റെ രാഷ്ട്രീയ വിധി എഴുതാൻ ഇനി അധികം സമയമൊന്നുമില്ല. അതുകൊണ്ട് ഒന്ന് ആലോചിക്കുക. ഈ PM ശ്രീ പദ്ധതിയെക്കുറിച്ച് വേണ്ടാത്ത പൊല്ലാപ്പുകളെല്ലാം ഉണ്ടാക്കിയ CPI നാടകം നിങ്ങൾ ഇനിയെങ്കിലും ഒന്ന് തിരിച്ചറിയുക. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വാർത്തയും വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി.